ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നിന്റെ ഭാഗ്യം എന്താണ്, എവിടെയാണ്? എന്താണ് ചോദ്യം? നിന്റെ ഭാഗ്യം എന്താണ്, നിന്റെ ഭാഗ്യം എവിടെയാണ്? ഇപ്പോൾ ഓണം ബമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എത്രയായിരുന്നു? 50 കോടിയോ 25 കോടി? നമ്മൾ പറയും ഭാഗ്യം എന്ന് പറയും. നല്ല കാര്യം, ഭാഗ്യമുണ്ടാകട്ടെ. അല്ലെങ്കിൽ നല്ലൊരു വീടും സ്ഥലമൊക്കെ വാങ്ങിക്കാൻ കഴിഞ്ഞു, നമ്മളെന്ത് പറയും? ഓ ഭാഗ്യം, നല്ലൊരു വീട് സ്ഥലമൊക്കെ വരും. അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങിച്ചു, നമ്മളെന്ത് പറയും? ഭാഗ്യം എന്ന് പറയും. അല്ലെങ്കിൽ ഒരു കൃപ, ഒരു അനുഗ്രഹം എന്ന് പറയും. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി, എന്തു പറയും? ഭാഗ്യം. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് എന്തുണ്ട്? അങ്ങനെ കുറേ ഭാഗ്യം, സന്തോഷം വരുന്ന കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു അമ്മ, ഒരു സ്ത്രീ ഈശോയോട് പറയുകയാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും അനുഗ്രഹിക്കപ്പെട്ടതാണ്. കാരണം ഈശോ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഈശോ വലിയവനാണെന്ന് ഈ സ്ത്രീ അംഗീകരിക്കുന്നു. ഈ വലിയവനായ ഈ മകന് ജന്മം നൽകാൻ കഴിഞ്ഞ അമ്മ ആരാണ്? ഭാഗ്യവതിയാണ്. അതാണ് ഈ സ്ത്രീ പറയുന്നത്. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. ഇല്ലേ, നമ്മുടെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അമ്മയോട് പറയോ, ചേച്ചി ഭാഗ്യമുള്ളവളാണ്, അമ്മയുടെ മകൻ പ്രധാനമന്ത്രിയായില്ലേ എന്ന് പറയും, ഇല്ലേ? അപ്പോൾ അല്ലെങ്കിൽ വലിയൊരു ഉദ്യോഗസ്ഥനായ, അപ്പോൾ നമ്മൾ പറയും, മക്കളുടെ വലിപ്പത്തെ നോക്കിയിട്ട് മക്കൾക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ മാതാപിതാക്കളോട് ആളുകൾ പറയും, ചേച്ചി ഭാഗ്യമുള്ള ഒരാളാണ്, ചേട്ടൻ ഭാഗ്യമുള്ള ഒരാളാണ് എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഈശോയോടും പറയുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് അതൊന്നും നോക്കി ഒരാളെ ഭാഗ്യമുള്ള ഒരാളെന്ന് വിളിക്കണ്ട. മകൻ്റെ വലിപ്പം, മകളുടെ വലിപ്പം ഒക്കെ കണ്ടിട്ട് നിങ്ങൾ അമ്മയെ ഭാഗ്യവതി എന്ന് വിളിക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, വചനമനുസരിച്ച് പ്രവർത്തിക്കുക. എൻ്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവർ ഈ പറഞ്ഞ എല്ലാ ഭാഗ്യത്തെക്കാളും വലിയ ഭാഗ്യമുള്ളവരാണ്. കാരണം ഈ ആദ്യം പറഞ്ഞത് ഈ ലോകത്തിൻ്റെ ഭാഗ്യങ്ങളാണ്. രണ്ടാമത് പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെട്ട ഭാഗ്യമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ടാണ് അച്ഛൻ്റെ അമ്മച്ചിയോട് ആരോ വന്നിട്ട് പറഞ്ഞു, അമ്മ ഭാഗ്യമുള്ള അമ്മയാണെന്ന് പറഞ്ഞു. കാരണം ഇവിടെ വന്നപ്പോഴാണെന്ന് തോന്നുന്നു, അമ്മ ഭാഗ്യമുള്ള 2 മക്കൾ അച്ഛന്മാരാണല്ലോ, 2 പേര് കന്യാസ്ത്രീമാരാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മച്ചി പറഞ്ഞു, ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്ന് സ്വർഗത്തിൽ ചെല്ലും പറയാം. ഇവിടെ വെച്ചിട്ടുള്ള കണക്ക് കൂട്ടലുകളൊന്നും നോക്കി നമ്മൾ ആരെയും ഇവിടെ വെച്ച്, ഈ ഭൂമിയിലുള്ള ഒന്നും വെച്ച് ഒരാളെയും ഭാഗ്യമുള്ള ഒരാളെന്ന് വിളിക്കണ്ട. അതാണ് ഈശോ പറയുന്നത്. ഹല്ലേലൂയ. ഇനി ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ ഇല്ല എന്ന് വിചാരിച്ച്, എൻ്റെ ഒരു ഓപ്പോസിറ്റ് കൂടെ ഉണ്ടല്ലോ, നമുക്കതില്ല ഇതില്ല. ചില ആളുകൾ, അച്ഛൻ ഞാനൊരു ഭാഗ്യം കെട്ടവളാണ്. ചില ആളുകൾ മുറിയിൽ വന്ന് പറയാറുണ്ട്, അച്ഛൻ ഞാനൊരു ഭാഗ്യം കെട്ടവളാണ്. പറയാറില്ലേ? ഏത് കണക്കെടുത്തുകൊണ്ടാണ് പറയുന്നത്? ഞങ്ങൾക്കതില്ല, ഞങ്ങൾക്കിതില്ല, ഞാനൊരു ഭാഗ്യം കെട്ടവളാണ്. ഇല്ല. അപ്പോൾ നീ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നീ ഭാഗ്യമുള്ള ഒരാൾ തന്നെയാണ്. ഈ ഭൂമിയിലെ സമ്പത്ത് വെച്ചല്ല, ഈ ഭൂമിയിലെ സമൃദ്ധി വെച്ചല്ല, ഈ ഭൂമിയിലെ ആരോഗ്യം വെച്ചുമല്ല, ഈ ഭൂമിയിലെ ഒരു കുന്തവും വെച്ചുമല്ല. നമ്മൾ ഈ ഭാഗ്യമളക്കുന്നത്, ഭാഗ്യമളക്കാനുള്ള മാനദണ്ഡം നീ വചനമനുസരിച്ചാണോ ജീവിക്കുന്നത്? നീ വചനമനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നീ ഭാഗ്യമുള്ള ഒരാളാണ്. അതനുസരിച്ചല്ല ജീവിക്കുന്നതെങ്കിൽ, അതായത് ഈശോയ്ക്ക് ചേർന്ന വിധത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നീ ഭാഗ്യമുള്ള ആളാണ്. അങ്ങനെ അല്ല ജീവിക്കുന്നതെങ്കിൽ നീ ഭാഗ്യമില്ലാത്ത ആളാണ്. ഇതാണ് മാനദണ്ഡം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമുക്ക് കണ്ണുകളടക്കാം. നമുക്ക് ഈ പ്രഭാതത്തിൽ
അനുധപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈശോ നമുക്ക് തുറന്നു തരുന്നത്. അതായത് നമ്മൾ ഈ ലോകത്തിലെ അളവുകോല് വെച്ച് ഭാഗ്യത്തെ അളന്നു, സ്വർഗത്തിൻ്റെ മാനദണ്ഡം മറന്നു. നമുക്ക് നമ്മുടെ ഹൃദയത്തെ കൂടുതൽ സ്വർഗോന്മുഖമാക്കി മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കാം. ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ ഒക്കെ വന്നുപോയ നിരവധിയായ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ